ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അമേരിക്കയിലെ സാഹചര്യവും ഒക്കെ വെച്ച് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അഫ്താബ് റഹ്മാൻ കൂടി ചേരുകയാണ്. അഫ്താബ്, എന്തായാലും US-ലടക്കം ഈ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം അത് ഡൊണാൾഡ് ട്രംപിന്റെ ടീമിനകത്ത് തന്നെ ഒപ്പം തന്നെ പ്രതിപക്ഷത്തടക്കം വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരം നീക്കങ്ങൾ ഒരു അനവസരത്തിലുള്ളതായിരുന്നു. ഈ ഒരു പ്രത്യക്ഷ യുദ്ധത്തിലേക്ക് അമേരിക്ക വരേണ്ടിയിരുന്നില്ല എന്ന നിലപാടാണോ അവിടെ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ യുദ്ധത്തിൽ എതിർക്കുന്നവർ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത്? ജിൽസി, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹം ഇസ്രയേലിന് വേണ്ടി ചെയ്യുന്ന യുദ്ധമാണ്. കാരണം ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ബന്ധം ഏത് തരത്തിലാണ് എന്നുള്ളത് നേരത്തെ അവരുടെ വാർത്താ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇസ്രയേലിന് വേണ്ടി അധികമായി US ഇടപെടുന്നു എന്നുള്ള തോന്നൽ അവരുടെ ഡെമോക്രാറ്റുകൾക്കടക്കം US-ലുണ്ട്. ഇനിയിപ്പോൾ അല്പം മുമ്പ് വന്ന പ്രതികരണം പോലും അതാണ് സൂചിപ്പിക്കുന്നത്. പശ്ചിമേഷ്യയെ അനാവശ്യമായി യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ് ഈ പുതിയ നീക്കം കാരണമാവുക എന്നവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്ന് മാത്രമല്ല US കോൺഗ്രസിനെ ഇത് മുൻകൂട്ടി അറിയിച്ചോ എന്നുള്ളൊരു പ്രശ്നം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം അവസാന നിമിഷം, അതായത് ഈ യുദ്ധവിമാനങ്ങൾ ഇന്നലെയാണ് ബീറ്റ് വിമാനങ്ങൾ ഇന്നലെയാണ് മൊസൂരിയിൽ നിന്ന് പുറപ്പെട്ടത്. അവ നേരെ പസഫിക് സമുദ്രത്തിലെ അവരുടെ സൈനിക കേന്ദ്രത്തിലേക്ക് പോകുമെന്നായിരുന്നു US മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ആ വിമാനങ്ങൾ നേരെ എത്തിയത് 3700ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് നേരെ എത്തിയത് ഇറാനിലേക്കാണ്. അവിടെ ആക്രമണം നടത്തി തിരിച്ചു പോകുന്നതാണ് കണ്ടത്. എന്ന് വെച്ചാൽ ഈ ആക്രമണം ട്രംപും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത വൃത്തത്തിലുള്ള അനുയായികളും ഒപ്പം തന്നെ ഇസ്രായേലും മാത്രമാണ് ഈ ഓപ്പറേഷൻ അറിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഈ യുദ്ധവിമാനം പുറപ്പെട്ട ശേഷം കോൺഗ്രസിനെ അദ്ദേഹം ഈ വിവരം അറിയിച്ചതായും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ട്രംപിന്റെ ക്യാമ്പിനകത്ത് നേരത്തെ തന്നെ ഇന്റലിജൻസ് മേധാവിയുമായി തന്നെ വലിയ വൈരുദ്ധ്യങ്ങളും ഒപ്പം തന്നെ അഭിപ്രായ ഭിന്നതകളും നിലനിന്നിരുന്നു. US ഇന്റലിജൻസ് മേധാവിയുടെ റിപ്പോർട്ട് പ്രകാരം ഇറാൻ ഏതെങ്കിലും ആണവായുധം സ്വന്തമാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളില്ല എന്നും അതോടൊപ്പം തന്നെ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തകൾ തെറ്റാണെന്നുമുള്ള ഒരു വിവരം US ഇന്റലിജൻസിനുണ്ടായിരുന്നു. ആ വിവരം പങ്കുവെച്ചപ്പോൾ അവരുമായി തർക്കിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. അതായത് US-ന്റെ ഇന്റലിജൻസ് വിവരത്തെ തള്ളിക്കൊണ്ട് ഏകപക്ഷീയമായി ഇസ്രയേലിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുകയാണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രത്യാഘാതം ഏത് തരത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇത് കോൺഗ്രസിനകത്ത് ഏത് തരത്തിൽ ചർച്ചയാകുമെന്നുള്ളതാണ് ചോദ്യം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, US-ന്റെ ഡീപ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇസ്രയേലിന്റെ കൂടെ കാലങ്ങളായിട്ട് നിൽക്കുന്നതാണ്. എന്ന് വെച്ചാൽ അവരെ മറികടന്ന് ചെയ്താൽ പോലും US-ന്റെ താല്പര്യം എന്നും ഇസ്രയേലിന്റെ കൂടെയാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതാണ് നമ്മൾ ഈ ആക്രമണത്തിലും കണ്ടത്. ഇനി ആക്രമണത്തിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരികയാണെങ്കിൽ, ഇന്നിപ്പോൾ നടത്തിയ ആക്രമണത്തിൽ ഈ 3 കേന്ദ്രങ്ങൾ നടത്തിയ ആക്രമണത്തിലുള്ള അതിന്റെ പ്രത്യാഘാതം, അതിന്റെ ഇമ്പാക്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് ഇറാനിലെ ഔദ്യോഗിക നേതൃത്വം അല്പസമയത്തിനകം വിശദീകരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ അവരുടെ ഇസ്രായേലി ആർമി റേഡിയോ വിശദീകരിക്കുന്നത് പ്രകാരം ഫോർദോയിലെ ആണവ പ്ലാന്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷേ അത് തകരാതിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഇതിന്റെ ഇമ്പാക്ട് എത്ര തോതിലാണ് എന്നുള്ളത് ഒരു പക്ഷേ വിശദീകരിക്കാൻ കഴിയുക ഇറാനാണ്. ഈ പരിസര പ്രദേശങ്ങളിൽ, അതായത് ഫോർദോ പ്ലാന്റിനോട് ചേർന്നുള്ള പരിസര പ്രദേശങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആണവ വികിരണമോ അവരുടെ ജനജീവിതത്തെ തടസ്സപ്പെടുന്ന തരത്തിലുള്ള പ്രക്രിയകളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്ന് വെച്ചാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു പ്രതിഫലനം അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഇത് പ്രധാനമായും നിലനിൽക്കുന്നത് അണ്ടർഗ്രൗണ്ടിലാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 90 മീറ്ററോളം ആഴത്തിലാണ് ഈ പ്ലാന്റ് നിലനിൽക്കുന്നത്. അവിടെ 6 ബങ്കർ ബസ്റ്റുകളാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ സംബന്ധിച്ച് അത് ബാധിച്ചിട്ടില്ല. അതേസമയം തന്നെ ഇസ്ഫാനിലും സമാനമായ രീതിയിൽ തന്നെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയതായി പറയുന്നു. അതിന്റെ വിശദാംശങ്ങളും അല്പസമയത്തിനകം ഇറാനിലെ ഔദ്യോഗിക നേതൃത്വം വിശദീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജിൽസി.